Good morning. Today we are going to discuss about the modern theory of cost. So we have already discussed the traditional theory of cost, and the traditional theory distinguishes between two types of cost, that is the short run cost and the long run cost. Likewise, in modern theory also there are two types of distinction. There are two distinctions of cost. They are the short run and long run cost. So we have discussed that in traditional theory, they have emphasized that the cost curves are U-shaped. But this U-shape of cost curves of traditional theory have been questioned by many writers, both on theoretical as well as empirical ground. Based on theory and based on some empirical grounds, based on some real experiences, some of the economists have questioned the U-shape of the traditional theory. അപ്പോൾ ഈ ട്രഡീഷണൽ തിയറിയുടെ U-shape എന്ന് പറയുന്ന കോസ്റ്റിൻ്റെ U-shape ആണ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റിനെ മോഡേൺ ഇക്കോണമിസ്റ്റുകൾ പല ഇക്കോണമിസ്റ്റുകളും ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇൻ 1939 ജോർജ് സ്റ്റിഗ്ലർ he suggested that short-run average variable cost has a flat stretch over a range of output. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോർജ് സ്റ്റിഗ്ലർ 1939 പറഞ്ഞെന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, നമുക്കറിയാവുന്നൊരു ഷേപ്പ് നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ U-shape എന്നാണ് പറഞ്ഞത്. അങ്ങനെ U-shape പറയുമ്പോൾ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് U-shape എന്ന് പറയുമ്പോൾ ഒരൊറ്റ പോയിന്റ് മാത്രമേ അതിന് ലോവസ്റ്റ് പോയിന്റ് ഉണ്ടാവൂ, ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റേ ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ജോർജ് സ്റ്റിഗ്ലർ 1939 പറഞ്ഞെന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ദർ ഇസ് എ ഫ്ലാറ്റ് സ്ട്രെച്ച് ഓവർ എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു റേഞ്ച്, ഒരു ദീർഘമായ ഒരു റേഞ്ചിൽ ആ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫ്ലാറ്റ് ആയിരിക്കും, അത്രയും ഭാഗത്ത് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഒരു മിനിമം പോയിൻ്റ് ആയിരിക്കില്ല ഉണ്ടാവുക, ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച്, ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാവും. നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഒരൊറ്റ ഓപ്റ്റിമം ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. അതായത് ഏറ്റവും മിനിമം കോസ്റ്റിൽ ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഓപ്റ്റിമം ഔട്ട്പുട്ടേ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ജോർജ് സ്റ്റിഗ്ലർ പറയുന്നത് വെച്ചാൽ എന്താണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ഉണ്ട്, ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും എന്നാണ്, കുറച്ച് ഏരിയ ഉണ്ടാവും. അപ്പോൾ ഒരു ഓപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഫേംസ് ക്യാൻ ബിൽഡ് പ്ലാൻസ് വിത്ത് സം ഫ്ലെക്സിബിലിറ്റി ഇൻ ദർ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അതായത് എല്ലാ ഫേംസിനും അവരുടെ ഉൽപ്പാദനക്ഷമതയിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട്, അതായത് അവർക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഒരു യൂണിറ്റ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ല ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് എല്ലാ ഫേംസും അവരുടെ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ്, ദർ ഇസ് എ ഫ്ലാറ്റ് സ്ട്രെച്ചർ ഓവർ എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് റേഞ്ചിൽ, അതായത് ഒരൊറ്റ യൂണിറ്റ്, ഏതെങ്കിലും ഒരു മിനിമം യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ല, ഒരു ഔട്ട്പുട്ട് റേഞ്ച് ഉണ്ടാവും. ആ ഒരു ഔട്ട്പുട്ട് റേഞ്ചിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, കാരണം ഫേംസ് അവരുടെ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഒരു ഫ്ലെക്സിബിലിറ്റി, അവരുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിക്ക് ചില ഫ്ലെക്സിബിലിറ്റിയൊക്കെ വെച്ചുകൊണ്ടാണ്. അതായത് കുറച്ച് അയവുണ്ടാവും, ആ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിലിറ്റിയൊക്കെ വെച്ചുകൊണ്ടാണ് ആ ഒരു ഫേം ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ ഈ ഫ്ലെക്സിബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർവ് കപ്പാസിറ്റി. അപ്പോൾ ഈ റിസർവ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മോഡേൺ തിയറിയിൽ പറയാൻ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ ഒരു റിസർവ് കപ്പാസിറ്റി ഉണ്ടാവും. ആ റിസർവ് കപ്പാസിറ്റിക്ക് പല കാരണങ്ങളുണ്ടെന്നാണ് പല ഇക്കോണമിസ്റ്റുകളും. ദർ ആർ സോ മെനി റീസൺസ് ഫോർ ദിസ് റിസർവ് കപ്പാസിറ്റി. അതിലെ പ്രധാനമായിട്ടും ഈ എന്തുകൊണ്ടാണ് ഈ ലോങ് റൺ കോസ്റ്റ് കർവുകൾ എൽ ഷേപ്ഡ് ആകുന്നത് റാദർ ദാൻ U-shaped. അപ്പം നമ്മൾ പറഞ്ഞു ലോങ് റൺ കോസ്റ്റ് കർവ് ട്രഡീഷണൽ തിയറിയിൽ അവർ പറയുന്ന U-shape എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അക്കോർഡിംഗ് ടു മോഡേൺ വ്യൂ ദ ലോങ് റൺ കോസ്റ്റ് കർവ്സ് ആർ L-shaped റാദർ ദാൻ U-shaped. അവ L-shaped ആണ്, ഏത് ഷേപ്പ് അല്ല, U-shape അല്ല എന്നാണ് പറയുന്നത്.
പല പല കാരണങ്ങളും പറയുന്നത് എന്തുകൊണ്ടാണ് ഈ റിസർവ് കപ്പാസിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേൺ കോസ്റ്റിൽ ഈ യു ഷേപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടും. കാരണം ആ സമയത്ത് മാനേജീരിയൽ ഡിസെക്കോണമീസ് ഉണ്ടാവും. കാരണം മാനേജേഴ്സ് ഇന്നെഫിഷ്യൻ്റ് ആവും. അതുകൊണ്ട് മാനേജീരിയൽ ഡിസെക്കോണമീസ് ഉള്ളതുകൊണ്ടാണ് ഈ ഷോർട്ട് ടേൺ കോസ്റ്റ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത് ആ സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടുമെന്ന് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ മോഡേൺ തിയറിയിൽ പറയുന്നത് വെച്ചാൽ എന്താണ് മാനേജീരിയൽ ഡിസെക്കോണമീസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് സയൻസ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഈ മാനേജീരിയൽ ഡിസെക്കോണമീസ് ഉണ്ടായാൽ പോലും മാനേജേഴ്സ് ഇന്നെഫിഷ്യൻ്റ് ആയാൽ പോലും വി ക്യാൻ അവോയ്ഡ് ദിസ് ഇന്നെഫിഷ്യൻസി ഓർ മാനേജീരിയൽ ഡിസെക്കോണമീസ് ബൈ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് സയൻസ്. അപ്പോൾ ആധുനിക മാനേജ്മെൻറ്റ് സയൻസിൻ്റെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാനേജീരിയൽ ഡിസെക്കോണമീസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ ഡിസെക്കോണമീസ് ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോസ്റ്റ് കൂടില്ല. അപ്പോൾ അഥവാ തന്നെ ഈ മാനേജീരിയൽ ഡിസെക്കോണമീസ് ഉണ്ടായാൽ പോലും വലിയ നമ്മൾ പറഞ്ഞു സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂടുമ്പോൾ മാനേജേഴ്സ് ഇന്നെഫിഷ്യൻ്റായി മാറാം. ആ ഒരു ഇന്നെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസെക്കോണമീസ് ഉണ്ടായാൽ തന്നെ എന്താണ് ആ സമയത്ത് ടെക്നിക്കൽ ഇക്കോണമീസ് ഉണ്ടാവും. ഇവ മാനേജീരിയൽ ഡിസെക്കോണമീസ് ഉണ്ടായാൽ പോലും അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിപ്പോൾ അത് അപ്രസക്തമായി പോരും. എങ്ങനെയാണ് ടെക്നോളജിക്കൽ ഇക്കോണമീസ് ഉണ്ടാവും. വലിയ പ്ലാന്റ്സ് ഉണ്ടാവുമ്പോൾ വലിയ ഇൻഡസ്ട്രിയൽ പ്ലാന്റുകൾ ഉണ്ടാവുമ്പോൾ അവയിലെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ മാനേജീരിയൽ ഡിസെക്കോണമീസിനേക്കാൾ കൂടുതലായിട്ട് ടെക്നോളജിക്കൽ ഇക്കോണമീസ് ഉണ്ടാവും. ഇൻറ്റേർണൽ ഇക്കോണമീസും ഡിസെക്കോണമീസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാനേജീരിയൽ ഡിസെക്കോണമീസിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ടെക്നിക്കൽ ഇക്കോണമീസ് ഉണ്ടാവും. അതിൻ്റെ ഫലമായി എന്താണ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കുറയും. അതായത് ആവറേജ് കോസ്റ്റ് കുറയും. അപ്പോൾ അതായത് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സ്കെയിൽ ഓഫ് ഔട്ട്പുട്ടിന് വേണ്ടിയെങ്കിലും എന്ത് കുറയും, പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കുറയും എന്നാണ് എന്താണ് ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് കോസ്റ്റിന് യു ഷേപ്പ് ഉണ്ടാവില്ല, ഒരു എന്താണ് എൽ ഷേപ്പ് ഒക്കെ ആണെന്നാണ് മോഡേൺ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ദ ട്രഡീഷണൽ തിയറി ഓൾസോ modern theory also distinguishes between two types of cost. They are short run cost and long run cost. Short run cost എന്നും ലോങ് റൺ കോസ്റ്റ് എന്നും രണ്ട് രീതിയിലാണ് നമ്മൾ മോഡേൺ തിയറിയും കോസ്റ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഷോർട്ട് റൺ കോസ്റ്റ് ഇൻ മോഡേൺ മൈക്രോ എക്കണോമിക് തിയറി. അപ്പോൾ മോഡേൺ മൈക്രോ എക്കണോമിക് തിയറി പ്രകാരം എന്തൊക്കെയാണ് ഷോർട്ട് റൺ കോസ്റ്റിൽ ഉൾപ്പെടുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ തിയറിയിൽ രണ്ട് ഡിസ്റ്റിങ്ഷൻ പറയുന്നുണ്ട്, ലോങ് റൺ കോസ്റ്റ് എന്നും ഷോർട്ട് റൺ കോസ്റ്റ് എന്നും. അപ്പോൾ അതിലാദ്യം നമ്മൾ മോഡേൺ തിയറിയുടെ ഷോർട്ട് റൺ കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അക്കോർഡിംഗ് ടു ദ മോഡേൺ തിയറി ഷോർട്ട് റൺ കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഓർ ഡിസ്റ്റിങ്വിഷ്ഡ് ഇൻറ്റു ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് കോസ്റ്റ് ഇൻ ഷോർട്ട് റൺ. ദേ ആർ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കോസ്റ്റാണുള്ളത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്നും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്നും രണ്ട് തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സ്. അതായത് ഫേം ഇൻഡയറക്റ്റ് ആയിട്ട് വാങ്ങുന്ന ഫാക്ടേഴ്സിൻ്റെ കോസ്റ്റിനെ നമ്മൾ ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. പ്രത്യേകിച്ചും ഫേമിൻ്റെ പേഴ്സണൽ ഓർഗനൈസേഷൻ അതിൻ്റെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളെല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള എല്ലാ കോസ്റ്റുകളും നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റിലാണ് വരുന്നത്. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റിൽ വരുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, സാലറീസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് അവരുടെ സാലറീസ് കൊടുക്കണം. അപ്പോൾ അവരുടെ സാലറീസും അവരുടെ മറ്റ് എക്സ്പെൻസസും ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ ഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫിൻ്റെ സാലറിയും അതുപോലെ മറ്റ് എക്സ്പെൻസസും. പിന്നെ സാലറീസ് ഓഫ് സ്റ്റാഫ് ഇൻവോൾവ് ഡയറക്ട്ലി ഇൻ ദ പ്രൊഡക്ഷൻ ബട്ട് പെയ്ഡ് ഓൺ എ ഫിക്സഡ് ടേം ബേസിസ്. അതായത് പ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കാളികളാവുന്നതും പക്ഷേ അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ടേം ബേസിസിൽ ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് മന്ത്ലി സാലറി ആയിരിക്കത്തില്ല, ഡെയിലി സാലറി ആയിരിക്കത്തില്ല, ഒരു ഫിക്സഡ് ടേമിന് ബേസിന് നമ്മൾ സാലറി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. സാലറീസ് ഓഫ് സ്റ്റാഫ് ഇൻവോൾവ് ഡയറക്ട്ലി ഇൻ പ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കെടുക്കുന്നവരാണ്, പക്ഷേ അവർക്ക് ഒരു മന്ത്ലി ബേസിസിൽ ശമ്പളം കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഒരു ടേം ബേസിസിൽ ശമ്പളം കൊടുക്കുന്നവരായിരിക്കും. അത് നമ്മളെ ഫിക്സഡ് കോസ്റ്റിൽ വരുന്നു.
തേർഡ്, ദ വെയർ ആൻഡ് ടിയർ ഓഫ് മെഷീനറി. വെയർ ആൻഡ് ടിയർ ഓഫ് മെഷീനറി. വെയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീനറിക്ക് ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അവയ്ക്കുണ്ടാകുന്ന തേയ്മാനം, അതിനുണ്ടാകുന്ന ചിലവ് എന്ന് പറയുന്ന ഫിക്സഡ് കോസ്റ്റിൽ വരുന്നുണ്ട്. ദെൻ ദ എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ബിൽഡിങ്സ്. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ബിൽഡിംഗ്, നമ്മുടെ പ്രൊഡക്ഷൻ നടത്തുന്ന ബിൽഡിംഗ് നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ചിലവാകുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെൻ ദ എക്സ്പെൻസസ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലാൻഡ് ഓൺ വിച്ച് ദ പ്ലാന്റ് ഈസ് ഇൻസ്റ്റാൾഡ് ആൻഡ് ഓപ്പറേറ്റ്സ്. ഇനി ഏത് ഭൂമിയിലാണോ നമ്മൾ ഈ ഫാക്ടറി, നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, അതിൻ്റെ കോസ്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ആ ഭൂമിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ്, ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ആവറേജ് ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഫിക്സഡ് കോസ്റ്റിൽ അപ്പം സാലറി ആൻഡ് എക്സ്പെൻസസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, the salaries of staff involved directly in production but they are paid on a fixed term basis. Then wear and tear of machinery, then expenses for maintenance of buildings, then expenses for the maintenance of plant. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സാധാരണ ആസ് ഫാർ ആസ് എ ഫേം ഈസ് കൺസേൺഡ്, the planning of the plant or the firm, it consists in deciding the size of these fixed factors. അപ്പോൾ ഒരു ഫേമിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ഫാക്ടേഴ്സിൻ്റെ, ഈ പറഞ്ഞ നമ്മൾ ഈ ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഒരു ഫേമിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ഫാക്ടേഴ്സിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഫിക്സഡ് ഫാക്ടേഴ്സാണ് അല്ലെങ്കിൽ ഈ ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സാണ് ഈ ഫേമിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വലിപ്പം എത്ര ഉണ്ടായിരുന്നെന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇവയാണ് പ്രൊഡക്ഷനൊരു ലിമിറ്റ് വെക്കുന്നത്. കാരണം ഇവ നമുക്ക് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഈ മെഷീൻ്റെ കാര്യത്തിലായാലും ലാൻഡിൻ്റെ കാര്യത്തിലായാലും നമുക്ക് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സ്, ഈ ഫിക്സഡ് ഫാക്ടേഴ്സാണ് ഒരു പ്ലാന്റിൻ്റെ സൈസിനെ തീരുമാനിക്കുന്നത്, അതിൻ്റെ വലിപ്പത്തെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഈ ഒരു പ്രൊഡ്യൂസർ, ആസ് ഫാർ ആസ് എ പ്രൊഡ്യൂസർ ഈസ് കൺസേൺ, ഹി വിൽ സ്റ്റാർട്ട് ഹിസ് പ്ലാനിങ് വിത്ത് എ ഫിഗർ ഫോർ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അയാളുടെ പ്ലാനിങ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അയാൾ എത്രയാണ് ഉൽപ്പാദിപ്പിക്കുക, അയാൾക്ക് എത്ര ഉൽപ്പാദിപ്പിക്കാം, എത്ര വിറ്റഴിക്കാം എന്നുള്ള ഒരു എയിം വെച്ചുകൊണ്ടായിരിക്കും അയാൾ, ലെവൽ ഓഫ് ഔട്ട്പുട്ടിൻ്റെ ഒരു എയിം ഉണ്ടാവും, ഇത്ര ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു എയിം വെച്ചുകൊണ്ടായിരിക്കും അയാൾ സെലക്ട് ചെയ്യാം, ഉൽപ്പാദനം തുടങ്ങുക അല്ലേ. ആ ഉൽപ്പാദനം തുടങ്ങുമ്പോൾ തന്നെ അയാൾ ഹി വിൽ ചൂസ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലാൻ വിച്ച് വിൽ അലോ ഹിം ടു പ്രൊഡ്യൂസ് ദിസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് വിത്ത് മാക്സിമം ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ആദ്യം വെൻ ഹി പ്ലാൻസ് ദ സൈസ് ഓഫ് ദ ഫേം, അപ്പോൾ ഒരു ബിസിനസ്മാൻ ഒരിക്കലും അയാളുടെ പ്ലാനിങ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഹി വിൽ സെറ്റ് എ ഫിക്സ്ഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കും. അയാൾക്ക് വിൽക്കാൻ പ്രതീക്ഷിക്കുന്ന ഇത്ര വിൽപ്പന നടക്കുന്ന ഒരു ഔട്ട്പുട്ടിൻ്റെ ലെവൽ തീരുമാനിക്കും. അതനുസരിച്ചുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുക. ആ പ്ലാന്റ് എങ്ങനെയുള്ളൊരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുക? അയാളുടെ ആ ഔട്ട്പുട്ട്, അയാൾ തീരുമാനിച്ച ഔട്ട്പുട്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ഏറ്റവും ഫ്ലെക്സിബിളായിട്ടും, വളരെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി, അയവോടുകൂടി, ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിലായിരിക്കും അയാൾ ആ ഒരു പ്ലാന്റ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അയാളൊരു ഔട്ട്പുട്ട് ലെവൽ തീരുമാനിക്കും. ആ ഔട്ട്പുട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്, ഏറ്റവും ഫ്ലെക്സിബിളായിട്ടും ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ഉൽപ്പാദിക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ഹാവ് എ കപ്പാസിറ്റി വിച്ച് ഈസ് ലാർജർ ദാൻ ദ എക്സ്പെക്റ്റഡ് ആവറേജ് ലെവൽസ് ഓഫ് സെയിൽസ്. അപ്പോൾ അയാൾ ആ തിരഞ്ഞെടുക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ആക്ച്വലി അയാൾ പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനയേക്കാൾ കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയതായിരിക്കും. അതായത് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്നൊരു ചേഞ്ച്, ഉദാഹരണത്തിന് അയാൾക്ക് കുറച്ച് റിസർവ് കപ്പാസിറ്റി ഉണ്ടാവണം. അയാൾ അയാൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അയാൾ പ്രതീക്ഷിക്കുന്ന ഉൽപ്പാദനത്തേക്കാൾ അല്ലെങ്കിൽ സെയിൽസിനേക്കാൾ കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയ പ്ലാന്റ് എടുക്കുള്ളൂ. കാരണം പെട്ടെന്നൊരു ചേഞ്ച് അയാളുടെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് കുറച്ച് റിസർവ് കപ്പാസിറ്റി അധികമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുന്നത്. അയാളുടെ അയാൾ പ്രതീക്ഷിക്കുന്ന വിൽപ്പനയേക്കാൾ കുറച്ചും കൂടി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും, അതായത് കുറച്ചുകൂടെ റിസർവ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ എക്സസ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ്, പല കാരണങ്ങൾ കൊണ്ടാണ് അയാൾ കുറച്ചും കൂടെ വലിയൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത്, കുറച്ചുകൂടെ എക്സസ് കപ്പാസിറ്റി ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത്. ഒരു കാരണം എന്ന് പറയുന്നത് ഹി വിൽ വാണ്ട് ടു ബി ഏബിൾ ടു മീറ്റ് സീസണൽ ആൻഡ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ഹിസ് ഡിമാൻഡ്.
അയാളുടെ ഡിമാൻഡിലുണ്ടാകുന്ന സീസണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും, ഓരോ സീസൺസിലുണ്ടാകുന്ന മാറ്റം ഉണ്ടാവും, ബിസിനസ്സിലുണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ സീസണൽ ഫ്ലക്ച്വേഷൻസിനെയും സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുന്നത്. അത് മീറ്റ് ചെയ്യണം അയാൾക്ക്, അങ്ങനെയുള്ള പ്ലാന്റ് ആയിരിക്കണം അയാൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെപ്പോഴും ഒരു സാധാരണ നമ്മൾ സ്റ്റോക്ക് കൈവശം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ കുറച്ച് ഉൽപ്പാദിപ്പിച്ച് സ്റ്റോക്ക് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ആ ഡിമാൻഡിനെ പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താണ്, അയാൾ റിസർവ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഹീ ക്യാൻ പ്രൊഡ്യൂസ് മോർ യൂസിങ് മോർ ഷിഫ്റ്റ്. അപ്പോൾ ഇയാളുടെ കയ്യിലൊരു റിസർവ് കപ്പാസിറ്റി, കുറച്ചുകൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഷിഫ്റ്റ് വെച്ചുകൊണ്ട് എന്താണ് ഈ നേരത്തെ ഈ പറയുന്ന കണക്ക് സ്റ്റോക്ക് ഉണ്ടാക്കിയെടുത്ത് ഉൽപ്പാദിപ്പിച്ച് വെച്ച് കോസ്റ്റ് കൂട്ടുന്നതിനേക്കാൾ അയാൾക്ക് ഈ റിസർവ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ഈ സ്റ്റോക്ക് പൈലിംഗ് പോളിസിയേക്കാൾ, അതായത് സ്റ്റോക്ക് ശേഖരിച്ച് വെക്കുന്ന ആ ഒരു പോളിസിയേക്കാൾ കുറച്ചും കൂടെ നല്ലത് കുറച്ച് അയാൾ റിസർവ് കപ്പാസിറ്റി കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് എന്താണ്, എപ്പോഴും അയാളൊരു എക്സസ് കപ്പാസിറ്റിനെ റിസർവ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാരണമെന്ന് പറയുന്നത്, ദ എൻ്റർപ്രണർ വിൽ വാണ്ട് ടു ഹാവ് മോർ ഫ്രീഡം ടു ഇൻക്രീസ് ഹിസ് ഔട്ട്പുട്ട് ഇഫ് ഡിമാൻഡ് ഇൻക്രീസസ്. അതായത് ഔട്ട്പുട്ടിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് എന്താണ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ, കൂടുതൽ ഫ്രീഡമായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് അയാൾക്ക് ഔട്ട്പുട്ടിന് സ്റ്റോക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ അയാൾക്കൊരു എക്സസ് കപ്പാസിറ്റി അല്ലെങ്കിൽ റിസർവ് കപ്പാസിറ്റി ഉണ്ടാവണം. അതായത് അതുകൊണ്ടാണ് ബൈ എക്സ്പെക്റ്റിംഗ് ഓർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡിലുണ്ടാകുന്ന ഒരു പ്രതീക്ഷ, വർദ്ധിക്കുന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് the entrepreneur or a firm will build some reserve capacity. അവർ കുറച്ച് റിസർവ് കപ്പാസിറ്റി ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് കാരണം if he is not having any reserve capacity, the demand for his product will go to the rivals. അല്ലേ, അയാളുടെ കയ്യിൽ റിസർവ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇയാൾക്കുള്ള പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അയാളുടെ എതിരാളികൾക്ക് പോവുകയും അങ്ങനെ he will ലൂസ് ദ ഹോൾഡ് ഓൺ ദ മാർക്കറ്റിലുള്ള അയാളുടെ ആ ഒരു പിടി, അയാളുടെ ഒരു ഹോൾഡ് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അയാൾക്ക് മാർക്കറ്റ് ഇല്ലാതാവുകയും ഫ്യൂച്ചറിൽ നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് കൊണ്ടും അയാൾ റിസർവ് കപ്പാസിറ്റി കീപ്പ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ദിസ് റിസർവ് കപ്പാസിറ്റി ഗീവ് സം ഫ്ലെക്സിബിലിറ്റി ഫോർ മൈനർ ആൾട്ടറേഷൻസ് ഇൻ ഹിസ് പ്രോഡക്റ്റ്. ഇപ്പോൾ റിസർവ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അയാൾക്ക്, ഒരു പ്രൊഡ്യൂസർക്ക് അയാളുടെ പ്രോഡക്ട്സിൽ ചെറിയ ചെറിയ ആൾട്ടറേഷൻസ് ഒക്കെ വരുത്താം. കാരണം ടേസ്റ്റ് മാറുന്നതനുസരിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ ആഴ്ച ഇറങ്ങിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിറക്കി. പക്ഷേ ഒരു മാസം കഴിയുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു പിന്നെ ഫാഷനിലോ ടേസ്റ്റിലോ ചേഞ്ച് ഉണ്ടായപ്പോഴത്തേക്ക് പ്രോഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ പ്രോഡക്റ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ അയാൾക്കൊരു റിസർവ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അയാൾക്ക് ചെറിയ ചെറിയ ആൾട്ടറേഷൻസ് ഒക്കെ വരുത്താം പ്രോഡക്റ്റിൽ. എന്നിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് മാറുന്നതനുസരിച്ച് അതനുസരിച്ച് പ്രോഡക്റ്റിനകത്ത് മാറ്റം ഉണ്ടാക്കി അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതിനും അയാൾ റിസർവ് കപ്പാസിറ്റി കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഫേംസിന് റിസർവ് കപ്പാസിറ്റി ഏതൊക്കെ രീതിയിലാണ് ഫേംസിന് റിസർവ് കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ടെക്നോളജി. അപ്പോൾ ടെക്നോളജി എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്ന ടെക്നോളജി, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ആ പ്ലാന്റിന് കുറച്ച് റിസർവ് കപ്പാസിറ്റി കൊടുക്കുന്നതായിരിക്കും. അതായത് കുറച്ചും കൂടെ അധികം ഉൽപ്പാദിപ്പിച്ചാൽ പോലും ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതായത് ഓൾറെഡി അയാൾ സെറ്റ് ചെയ്ത് ഇത്ര യൂണിറ്റ് ഔട്ട്പുട്ട് അയാൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിനേക്കാൾ കുറച്ചും കൂടെ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ തരത്തിലുള്ള ടെക്നോളജി ആയിരിക്കും അയാൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് ടെക്നോളജിയിലൂടെ അയാൾക്ക് കുറച്ച് റിസർവ് കപ്പാസിറ്റി കിട്ടും. അതുപോലെ ചില മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഒരു പെർട്ടിക്കുലർ ഒരു ഓർഡറിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ആ ചില പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും നമ്മൾ ഓർഡർ ചെയ്ത് വരണം, ചില മെഷീനറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ സാധാരണ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ വി വിൽ ബൈ ദാറ്റ് മെഷീനറി ഇൻ എക്സസ് ഓഫ് ദ മിനിമം റിക്വയർഡ് അറ്റ് പ്രസൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ നിലവിലുള്ള നമ്പറിന് അധികമായിട്ട് നമ്മൾ കുറച്ച് മെഷീൻസ് വാങ്ങിക്കും. കാരണം ഈ മെഷീൻ ഓർഡർ ചെയ്ത് തിരിച്ച് പിന്നെ നമുക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ബൈ സം എക്സസ് യൂണിറ്റ്സ് ഓഫ് ദ മെഷീനറി. അപ്പോൾ നമുക്ക് ആവശ്യമായ മെഷീനറിയേക്കാൾ കുറച്ചും കൂടെ നമ്മൾ എക്സസ് ആയിട്ട് നമ്മൾ റിസർവ് കപ്പാസിറ്റി ആയിട്ട് നമ്മൾ സൂക്ഷിക്കും. അത് നമ്മുടെ റിസർവായിട്ട് നമ്മൾ സൂക്ഷിക്കും. അത് പിന്നെ ഫേമിന് കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ 1000 യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനും 5000 യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാനും ഒറ്റ മെഷീനായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2000 യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യന് അയാൾക്ക് 5000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ മെഷീൻ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിലെവിടെ എക്സസ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ മെഷീനറിയിൽ നിന്ന് നമുക്ക് എക്സസ് കപ്പാസിറ്റി കിട്ടും. അതുപോലെ വി ക്യാൻ റിസീവ് എക്സസ് കപ്പാസിറ്റി ഫ്രം ലാൻഡ്, ഭൂമിയിൽ നിന്നും, അത് കണക്കിന് ബിൽഡിങ്സിൽ നിന്നും.
അതായത് നമുക്കറിയാം പെട്ടെന്ന് വി കനോട്ട് ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് ലാൻഡ് ഓർ ബിൽഡിങ്സ്. ലാൻഡിൻ്റെ സപ്ലൈയോ അല്ലെങ്കിൽ ബിൽഡിങ്സിൻ്റെ സപ്ലൈ നമുക്ക് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് വി കനോട്ട് എക്സ്പാൻഡ് ദ ഓപ്പറേഷൻസ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ദ ലാൻഡ് ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ ലാൻഡ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ലാൻഡിൻ്റെ സപ്ലൈ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ ലാൻഡ്, പുതിയ ബിൽഡിങ്സ് ഒക്കെ അക്വയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഭൂമിയിലും മെഷീനറിയിലും നമ്മൾ കുറച്ച് എക്സസ് കപ്പാസിറ്റി ഇട്ടേക്കും. അതായത് നമുക്ക് പ്രൊഡക്ഷൻ ഇച്ചിരി കൂട്ടിയാൽ പോലും നിലവിലുള്ള ബിൽഡിങ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഭൂമി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. അപ്പം ബിൽഡിങ്സിലും ലാൻഡിലും അതുപോലെ നമ്മൾ കുറച്ച് റിസർവ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ദർ വിൽ ബി സം റിസർവ് കപ്പാസിറ്റി ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ആൻഡ് ഓർഗനൈസേഷണൽ ലെവൽ. ഇനി ഭരണത്തിൻ്റെ കാര്യത്തിലും കുറച്ച് റിസർവ് കപ്പാസിറ്റി ഉണ്ടാവണം. അതായത് പ്രൊഡക്ഷൻ ഇച്ചിരി വർദ്ധിച്ചാൽ പോലും നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ കൊണ്ടും നിലവിലുള്ള ഓർഗനൈസേഷനിലെ സ്റ്റാഫിനെ കൊണ്ടും നമുക്കത് ഉൽപ്പാദനം പൂർത്തിയാക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ നമ്മൾ ഫേമിൻ്റെ ഓപ്പറേഷൻസ് വർദ്ധിച്ചാൽ പോലും ആ നിലവിലുള്ള സ്റ്റാഫിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസർവ് കപ്പാസിറ്റി അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് ഫേമിന് റിസർവ് കപ്പാസിറ്റി ഉണ്ടാകണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ആവറേജ് കോസ്റ്റിൻ്റെ പിന്നെ ഷേപ്പാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഫേം, സാധാരണ ഒരു ബിസിനസ്, നമ്മൾ ബാക്കി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബിസിനസ് ഫേം സാധാരണ അയാൾക്ക് ഇപ്പോൾ ഏറ്റവും കോസ്റ്റ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കില്ല അയാൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അയാൾക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉള്ള, കുറച്ചുകൂടെ അയാളുടെ ഔട്ട്പുട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, അയാളുടെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഷോർട്ട് റണ്ണിൽ ഏറ്റവും കോസ്റ്റ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിരിക്കില്ല അയാൾ സെലക്ട് ചെയ്യുന്നത്. ഭാവിയിലും കൂടെ കുറച്ച് റിസർവ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയാൾ സാധാരണ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അയാളുടെ ഷോർട്ട് റൺ എക്സ്പാൻഷന് ഒരു ലിമിറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പിന്നെ പ്ലാന്റിനെ ആയിരിക്കത്തില്ല അയാൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ചില മെഷീൻസിൽ നമുക്ക് വലിയൊരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് റൺ എക്സ്പാൻഷനിൽ നമുക്ക് ലിമിറ്റ് വരുത്താത്ത രീതിയിലുള്ള തരത്തിലുള്ള നല്ലൊരു ലാർജസ്റ്റ് കപ്പാസിറ്റി ഉള്ള മെഷീനറി അയാൾ സെലക്ട് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ഫിഗറിൽ പറയുന്നുണ്ട്. ഫേം ഹാസ് സം ലാർജസ്റ്റ് കപ്പാസിറ്റി യൂണിറ്റ്സ് ഓഫ് മെഷീനറി. അതായത് അയാളുടെ ഷോർട്ട് റൺ എക്സ്പാൻഷന് ലിമിറ്റ് വരുത്തുന്ന രീതിയിൽ ഒരു കൂടുതൽ കപ്പാസിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനറിയും ഉണ്ട്. അതായത് ബി എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, ഇവിടെ ഷോർട്ട് റൺ എക്സ്പാൻഷൻ ഓഫ് ബൗണ്ടറി ബിയിൽ ഔട്ട്പുട്ട് എക്സ്പാൻഷന് ഉള്ള ഒരു ലിമിറ്റ് വെക്കുന്ന ഒരു തരത്തിൽ ലാർജസ്റ്റ് കപ്പാസിറ്റി മെഷീനുണ്ട്. അതുപോലെ സ്മോൾ യൂണിറ്റ് മെഷീനറി, അതായത് ബൗണ്ടറി എയിൽ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നിർത്തുന്ന തരത്തിലുള്ള ഒരു സ്മോൾ യൂണിറ്റ് മെഷീനറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫേം ഹാസ് സം ലാർജസ്റ്റ് കപ്പാസിറ്റി യൂണിറ്റ് ഓഫ് മെഷീനറി വിച്ച് സെറ്റ് ആൻ ആബ്സൊല്യൂട്ട് ലിമിറ്റ് ടു ദ ഷോർട്ട് റൺ എക്സ്പാൻഷൻ. ഫേമിൻ്റെ ഷോർട്ട് റൺ എക്സ്പാൻഷനിൽ ഒരു ബി എന്ന് പറയുന്ന അതിലേക്ക് ബൗണ്ടറി സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ നിർത്തുന്ന രീതിയിലുള്ള ഒരു ലാർജസ്റ്റ് കപ്പാസിറ്റി മെഷീനറി ഉണ്ട്. അതുപോലെ ഒരു സ്മോൾ യൂണിറ്റ് മെഷീനറി ഉണ്ട്. അതായത് ബൗണ്ടറി എയിൽ വരെ അയാളുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബൗണ്ടറി എ ഇതാണ്, എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ബൗണ്ടറി ബി ഇതാണ്, എക്സ് ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട്. അപ്പം ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ബി എന്ന് പറയുന്ന ബൗണ്ടറിയിൽ നിൽക്കും, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ബൗണ്ടറിയിൽ നിൽക്കും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു കപ്പാസിറ്റിയാണ് അയാൾ രണ്ട് തരത്തിലുള്ള യൂണിറ്റ് ഓഫ് മെഷീനറി നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ബൗണ്ടറി എ എന്ന് പറയുന്നത് ഒരു ആബ്സലൂട്ട് ബൗണ്ടറി അല്ല. അതായത് ഷോർട്ട് റണ്ണിൽ അയാൾക്ക് അയാളുടെ ഔട്ട്പുട്ട് ഷോർട്ട് റണ്ണിൽ ഒന്നുകിൽ അയാൾക്ക് ഡയറക്റ്റ് ലേബറേഴ്സിനെ എക്സസ് ആയിട്ട് വർക്ക് ചെയ്യിച്ചുകൊണ്ട് അയാൾക്ക് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഒരു ആബ്സലൂട്ട് ബൗണ്ടറി അല്ല. കാരണം ഈ സമയത്ത് അയാൾക്ക് ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഓവർ ടൈം കൊടുക്കാം. ഡയറക്റ്റ് ലേബറേഴ്സിന് കൂടുതൽ അവർ വർക്ക് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാം. അതായത് ഇവിടെ നമ്മൾ IFC അപ്പോഴത്തേക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡോട്ടഡ് ലൈനിലാണ് കാണിക്കുന്നത്. അതായത് A to B എന്ന് പറയുന്നൊരു XA to XB എന്ന് പറയുന്ന അവിടെ ഒരു ഡോട്ടഡ് ലൈൻ കാണുന്നത്. അപ്പോൾ ഇത് ഈ XA എന്ന് പറയുന്ന അല്ല, A എന്ന് പറയുന്ന ആബ്സലൂട്ട് ബൗണ്ടറി അല്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ ഓവർ ടൈം വർക്കേഴ്സിന് ഓവർ ടൈം കൂലി
ജോലി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലോങ്ങർ അവേഴ്സ് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കവരെ കൂടുതലായിട്ട് നമുക്കവരെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആ AFC എന്ന് പറയുന്ന ഈ ഡോട്ടർ ലൈനാണ് കാണിക്കുന്നത്. XA തൊട്ട് XB വരെയുള്ള ഡോട്ടർ ലൈനാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ബൈ സം അഡീഷണൽ സ്മോൾ യൂണിറ്റ് ടൈപ്സ് ഓഫ് മെഷീനറി. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അഡീഷണൽ യൂണിറ്റ് മെഷീനറി വാങ്ങിക്കാം, കുറച്ച് ചെറിയ യൂണിറ്റ് മെഷീനറി, ചെറിയ അഡീഷണൽ മെഷീനറി വാങ്ങിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അഡീഷണൽ മെഷീനറി വാങ്ങിക്കുമ്പോൾ കോസ്റ്റ് കൂടുകയാണ്. കോസ്റ്റ് കൂടുക എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് ചെയ്യും, കോസ്റ്റ് കർവ് വിൽ ഷിഫ്റ്റ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ നമുക്ക് ഷോർട്ട് റണ്ണിൽ നിലവിൽ ഫേമിന് അയാളുടെ ഔട്ട്പുട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ഒന്നുകിൽ നിലവിലുള്ള ഡയറക്റ്റ് ലേബറേഴ്സിനെ കൂടുതൽ നേരം വർക്ക് ചെയ്ത് ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിച്ച് കൂടുതൽ പേയ്മെൻറ്റ് കൊടുത്ത് കൂടുതൽ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ലോങ്ങർ അവേഴ്സ് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പം ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അതായത് XA മുതൽ XB വരെയുള്ള ആ ഒരു ഡോട്ടർ ലൈനാണ് അതിനെ കാണിക്കുന്നത്. അതേസമയം ചിലപ്പോൾ അയാൾക്ക് വേറെയും ചെയ്യാൻ എന്താണ്, അയാൾക്ക് ഇത് ഹി ക്യാൻ പർച്ചേസ് അഡീഷണൽ യൂണിറ്റ് ഓഫ് മെഷീനറി, ചെറിയ ടൈപ്പ് മെഷീനറി വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് വിൽ ഷിഫ്റ്റ് അപ്വേർഡ്സ്. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഫോളോ ചെയ്യുകയാണ്. അതാണ് AB എന്ന് പറയുന്ന ലൈനാണ് അതിനെ കാണിക്കുന്നത്. അതായത് അയാൾ അഡീഷണൽ യൂണിറ്റ് മെഷീനറി നമ്മൾ വാങ്ങുമ്പോൾ അയാൾക്ക് ഇവിടുന്ന് Bയിലേക്ക് ബൗണ്ടറി ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണം. എങ്ങനെയാണ് അഡീഷണൽ യൂണിറ്റ് മെഷീനറി വാങ്ങിച്ചുകൊണ്ട് ഷോർട്ട് റണ്ണിൽ തന്നെ എക്സ്ട്രാ യൂണിറ്റ് ചെറിയ യൂണിറ്റുള്ള മെഷീനറി വാങ്ങിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് കർവ് ഷിഫ്റ്റ് ചെയ്യും. A മുതൽ B വരെ, AB എന്ന് പറയുന്ന ഡോട്ടർ ലൈൻ കാണുന്നില്ലേ, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും എന്താണ്, കോസ്റ്റ് കുറയുകയാണ്. ഓക്കെ, അപ്പോൾ ബൗണ്ടറി A വരെ നമുക്ക് അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ എക്സ്പാൻഷൻ എവിടെ വരെ ഉണ്ടാവുള്ളൂ, ബൗണ്ടറി പിന്നെ B വരെ നമുക്ക് അങ്ങനെ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ രണ്ട് സിറ്റുവേഷനാണ് നമുക്ക്. ഒന്നുകിൽ അയാൾക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള ഔട്ട്പുട്ട് പിന്നെ ആബ്സല്യൂട്ട് നിലവിലുള്ള ബൗണ്ടറിയിൽ നിന്നുകൊണ്ട്, അതായത് B എന്ന് പറയുന്ന ലിമിറ്റ് വെച്ചുകൊണ്ട് അവിടെ നിന്നോട്ട് ലേബറേഴ്സിനെ എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം. അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് മെഷീനറി വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിറ്റ് മെഷീനറി അഡീഷണൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുകയാണ്. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം വീണ്ടും കുറയുക തന്നെ ചെയ്യും. A മുതൽ B വരെയുള്ള ഡോട്ടഡ് ലൈനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും കേൾക്കുക. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എല്ലാം കൂടെ ഇതിൽ തീരില്ല. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.